This program is sponsored by Meenakshi Boutique, the woven elegance of heredity. She rose, women rises. നമസ്കാരം. ബി ദി ബോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തം വീടിന്റെ അടുക്കളയിൽ മാത്രമല്ല സ്ത്രീകൾക്ക് തിളങ്ങാൻ കഴിയുന്നത്, അല്ലെ? അത് നമ്മൾ വർഷങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പ്രചോദനമായി മാറുന്ന സ്ത്രീ രത്നങ്ങളെയാണ് ഷീറോസിന്റെ ബി ദി ബോസ് എന്ന സെഗ്മെന്റിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് സ്ത്രീകൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സ്ത്രീകൾ കുടുംബത്തിലെ മകൾ, അമ്മ, ഭാര്യ എന്നീ റോളുകളിൽ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായമാകാനുള്ളവരാണെന്നാണ് പണ്ട് മുതലേ ഉള്ള കാഴ്ചപ്പാട്. പുരുഷന്മാരാകട്ടെ കുടുംബത്തിലെ ചിലവുകൾ നോക്കാൻ പുറത്തുപോയി അധ്വാനിക്കേണ്ടവരും. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചു. എന്നാൽ കൂടിയും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന റോളിൽ നിന്ന് ഒരു മാറ്റം പൂർണ്ണമായിട്ടും സ്ത്രീകളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ആ ഒരു സാഹചര്യം മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള സമയം കണ്ടെത്തുന്നതും അത് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത് നിസ്സാരമായുള്ള കാര്യമല്ല എന്നുള്ളത് പുരുഷന്മാർ പോലും സമ്മതിച്ചു തന്നിട്ടുള്ളതുമാണ്. ഇതൊക്കെ തന്നെയാണ് സ്ത്രീ സംരംഭങ്ങൾ ആഘോഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ ആയതും. അങ്ങനെ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഒരു സംരംഭകയെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ടെക് വ്യവസായത്തിലെ നേതൃത്വത്തിന് പേരുകേട്ട ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ കോടീശ്വര ബിസിനസ്സുകാരിയായ ജയശ്രീ വി ഉള്ളാൽ ആണ് ആ സംരംഭക. ക്ലൗഡ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷനുകൾ നൽകുന്ന അരിസ്റ്റ നെറ്റ്വർക്ക്സ് എന്ന കമ്പനിയുടെ പ്രസിഡന്റും സിഇഒയുമാണ് ജയശ്രീ വി ഉള്ളാൽ. 10 മുതൽ 800 വരെ ജിഗാബൈറ്റ് ഇഥർനെറ്റ് ഉൾപ്പെടെ ഹൈസ്പീഡ് ഇഥർനെറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കമ്പനിയായി അരിസ്റ്റ നെറ്റ്വർക്ക്സ് മാറിയത് ഉള്ളാലിന്റെ നേതൃത്വത്തിലായിരുന്നു. ആഗോളതലത്തിൽ നോക്കിയാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗും ഇന്റർനെറ്റ് സേവനങ്ങളും ശക്തിപ്പെടുത്തുന്ന ഡാറ്റാ സെന്ററുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ ടെക്നോളജികൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1961 മാർച്ച് 27 ഇന്ത്യൻ വംശജയായ ഉള്ളാൾ ഇംഗ്ലണ്ടിൽ ലണ്ടനിലാണ് ജനിച്ചതെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ഡൽഹിയിലെ കോൺവെന്റ് ഓഫ് ജീസസ് ആൻഡ് മേരിയിലായിരുന്നു. അതിനുശേഷം ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് താമസം മാറിയ ഉള്ളാൾ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1981 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടി. പിന്നീട് 1986 സാന്താ ക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഓഫ് സയൻസിലും ബിരുദം നേടി. ടെക്നോളജിയിലും മാനേജ്മെന്റ് രംഗത്തിലുമുള്ള ഉള്ളാളിന്റെ ഈ അറിവ് അവരെ ടെക്നോളജി മേഖലയിൽ മാത്രമല്ല മാനേജ്മെന്റ് രംഗത്തും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയാക്കി. ജയശ്രീ വി ഉള്ളാൽ തന്റെ കരിയർ ആരംഭിക്കുന്നത് ഫെയർചൈൽഡ് സെമി കണ്ടക്ടറിൽ എഞ്ചിനീയറായാണ്. അവിടെ IBMനും ഹിറ്റാച്ചിക്കുമായി ഫാസ്റ്റ് മെമ്മറി ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാൻ സഹായിച്ചു. 1988 അവർ അങ്കർമാൻ ബാസ് എന്ന കമ്പനിയിൽ നെറ്റ്വർക്കിംഗ് പാർട്സ് നിർമ്മിക്കുന്ന ബിസിനസ് യൂണിറ്റിന്റെ ഡയറക്ടറായി. 1992 മാർച്ചിൽ ജയശ്രീ ഉള്ളാൽ ക്രെസൻഡോ കമ്മ്യൂണിക്കേഷൻസ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റായി കോപ്പർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ഇന്റർഫേസ് പോലുള്ള വേഗതയേറിയ നെറ്റ്വർക്ക് പാർട്സ് വികസിപ്പിക്കാൻ സഹായിക്കുകയും കൂടാതെ ആദ്യകാല ഇഥർനെറ്റ് സ്വിച്ചിംഗ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ശേഷം 1993 സെപ്റ്റംബറിൽ സിസ്കോ സിസ്റ്റംസ് ക്രെസൻസോ കമ്മ്യൂണിക്കേഷൻസ് കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് സിസ്കോ എന്ന കമ്പനിയുടെ സ്വിച്ചിംഗ് വിപണിയിലേക്കുള്ള എൻട്രിയാക്കി മാറ്റി. കൂടാതെ കാറ്റലിസ്റ്റ് സ്വിച്ചിംഗ് ബിസിനസ് 2000 $5 ബില്യൺ ബിസിനസ്സായി ഉയർത്തുകയും ചെയ്തു. 2005 ജയശ്രീ ഉള്ളാൽ സിസ്കോയുടെ ഡാറ്റാ സെന്റർ സ്വിച്ചിംഗ് സെക്യൂരിറ്റി ടെക്നോളജി ഗ്രൂപ്പിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയതോടെ ഏകദേശം $15 ബില്യൺ വരുമാനത്തിലേക്ക് സിസ്കോ എന്ന കമ്പനി ഉയർന്നു. ഏകദേശം 15 ലക്ഷത്തിലേറെ നീണ്ടുനിന്ന സിസ്കോയിലെ ഉള്ളാലിന്റെ കരിയർ അതിനുശേഷമാണ് 2008 ഒക്ടോബറോടെ കാലിഫോർണിയയിലെ സാന്താ ക്ലാരയിൽ പ്രവർത്തിക്കുന്ന അരിസ്റ്റ നെറ്റ്വർക്കിന്റെ സഹസ്ഥാപകരായ ആൻഡി ബെക് ടോൾഷൈമും ഡേവിഡ് ചെറിറ്റണും ചേർന്ന് ജയശ്രീ ഉള്ളാലിനെ കമ്പനിയുടെ സിഇഒയും പ്രസിഡന്റുമായി നിയമിക്കുന്നത്. 2008 മുതൽ അരിസ്റ്റ നെറ്റ്വർക്സിനൊപ്പമുള്ള അവർ അരിസ്റ്റ നെറ്റ്വർക്സിനെ ഒരു $multi billion കമ്പനിയാക്കി മാറ്റി. ഉള്ളാളിന്റെ നേതൃത്വവും വൈദഗ്ധ്യവും അവരെ നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വ്യവസായത്തിലെ ഒരു പ്രധാന വ്യക്തിയാക്കി മാറ്റി. അരിസ്റ്റയിലെ അവരുടെ റോളിന് പുറമെ ടെക് വ്യവസായത്തിനുള്ള അവരുടെ സംഭാവനകൾക്ക് നിരവധി അവാർഡുകൾ ഉള്ളാലിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പൊതുവ്യാപാരം നടത്തുന്ന ഒരു ടെക് കമ്പനിയുടെ ചുരുക്കം ചില വനിതാ സിഇഒമാരിൽ ഒരാളാണ് ജയശ്രീ വി ഉള്ളാൽ.
ജയശ്രീ ഉള്ളാളിനെ പോലെ ഒരു സംരംഭം ആരംഭിച്ച് വിജയിച്ച സ്ത്രീകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മളുടെ മുൻപിലുണ്ട്. അതിൽ ഒരാളാവാൻ നിങ്ങൾക്കും സാധിക്കും. തുടർച്ചയായ പ്രയത്നവും ഉറച്ച ലക്ഷ്യവും ഉണ്ടെങ്കിൽ സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് അറിയാമല്ലോ. അതെ, പ്രയത്നിക്കാം. ഒരാൾക്കെങ്കിലും പ്രചോദനമാകുന്ന സംരംഭകയായി ഉയരാൻ. ബീതി ബോസിന്റെ വരും എപ്പിസോഡുകളിൽ കൂടുതൽ വനിതാ സംരംഭകരെ അടുത്തറിയാം. കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് വനിതാ സംരംഭകരുണ്ട്. വെറും ആഗ്രഹമല്ല, കൃത്യമായ അറിവും പിന്തുണയുമാണ് ആയിരങ്ങളെ വിജയികളാക്കിയത്. കുടുംബശ്രീ മുതൽ ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ വരെ നീളുന്ന ഈ ശൃംഖലയെ സർക്കാർ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? വായ്പകൾ എവിടെ ലഭിക്കും? സബ്സിഡികൾ എങ്ങനെ സ്വന്തമാക്കാം? നമുക്ക് അറിഞ്ഞിരിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് പ്രധാനമായും 3 വഴികളിലൂടെ സഹായം തേടാം. 1. കേരള സ്റ്റേറ്റ് വനിതാ വികസന കോർപ്പറേഷൻ KSWDC 18 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു. വെറും 6% മുതൽ 8% വരെ മാത്രമാണ് പലിശ നിരക്ക്. 2. KSIDCയുടെ വി മിഷൻ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനവും വായ്പയും നൽകുന്ന പദ്ധതി. 5% പലിശ നിരക്കിൽ 50 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. 3. കേന്ദ്ര സർക്കാർ പദ്ധതിയായ മുദ്ര ലോൺ ഈട് നൽകാതെ 10 ലക്ഷം രൂപ വരെ വായ്പ. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 50,000, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെ വരെ വായ്പകൾ ലഭിക്കും. പദ്ധതികളെ കുറിച്ച് അറിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്? പലരും പഠിക്കുന്നത് ഈ നൂലാമാലകൾ ഓർത്താണ്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ വളരെയധികം ലളിതമാണ്. ആദ്യം തന്നെ പ്രൊജക്ട് റിപ്പോർട്ട്. നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക. ശേഷം ഉദ്യം രജിസ്ട്രേഷൻ. ഇത് ഓൺലൈനായി സൗജന്യമായി ചെയ്യാം. ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഒരു MSME ആയി അംഗീകരിക്കപ്പെടും. DIC ജില്ലാ വ്യവസായ കേന്ദ്രം സന്ദർശിക്കുക. ഓരോ ജില്ലയിലുമുള്ള വ്യവസായ കേന്ദ്രങ്ങളിൽ സ്ത്രീകളെ സഹായിക്കാൻ പ്രത്യേക ഓഫീസർമാരുണ്ട്. വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി കൂടി നോക്കേണ്ടിയിരിക്കുന്നു. കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണെങ്കിൽ സബ്സിഡികൾ കൂടുതൽ ലഭിക്കും. KSIF എന്ന പോർട്ടൽ വഴി ബിസിനസിന് വേണ്ട ലൈസൻസുകൾ വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നമ്മുടെ കേരളം തയ്യാറാണ്. വേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമാണ്. സ്ത്രീ ശക്തി എന്നാൽ രാജ്യത്തിന്റെ ശക്തി കൂടിയാണ്. പുതിയൊരു സംരംഭകയെ നിങ്ങളെ വിപണിയിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. She rose. Women rises. This program is sponsored by Meenakshi Boutique, the woven elegance of heredity. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.